ഹലോ ഗേസ്, റെന്നുക്കുട്ടന് പനിയാണ്. അപ്പോൾ റെന്നുക്കുട്ടൻ പറഞ്ഞു ഇന്ന് വൈകിട്ടത്തെ ചായക്കടിക്ക് ഉമ്മച്ചി ബെഡ് റോസ്റ്റ് ഉണ്ടാക്കി തരാം. അപ്പോൾ തന്നെയേ ഉള്ളൂ ക്യാമറ പിടിക്കാൻ. അപ്പം ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പം താണ്ടി 2 മുട്ട നമുക്കിതൊന്ന് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പാല്, അവൻ്റെ 2 കൂട്ടുകാരും കൂടെ അവൻ്റെ കൂടെ കളിക്കാനുണ്ട്, അപ്പോൾ അവർക്കൂടെ കൊടുക്കുന്നതാണ്. കുറച്ച് പാലും, ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നമുക്കിതൊന്ന് മിക്സി ഒന്ന് അടിച്ചെടുക്കാം. ഈ പാലും മുട്ടയും പഞ്ചസാരയും കൂടെ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മധുരം ഇഷ്ടമല്ലേ, അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാരയും കൂടി ഇട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളെല്ലാവരും ചെയ്യുന്നതായിരിക്കും, എന്നാലും ഞാനൊരു വീഡിയോ ഒന്ന് പിടിച്ച് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുട്ടയും പാലും പഞ്ചസാരയും കൂടെ ഏതാണ്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തു. ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയത്. നെയ്യും കൂടെ പുരട്ടി, നമുക്ക് നെയ്യില്ല, നെയ്യ് എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കല്ലിൽ വെളിച്ചെണ്ണയാണ് തൂത്ത് കൊടുക്കുന്നത്. കല്ലെല്ലാം ചൂടായി കിടക്കുന്നു. നമുക്ക് ഒന്ന് എണ്ണ തൂത്ത് കൊടുത്ത് പൊരിച്ചെടുക്കാം. ഇത് ഓരോന്നിങ്ങനെ മുക്കിയെടുത്ത് ഇതിലോട്ട് വെച്ച് പാൽ ഇഷ്ടമില്ലാത്ത മക്കൾക്കൊക്കെ ഇങ്ങനെ പാലൊഴിച്ച് പാലും മുട്ടയും പഞ്ചസാരയും കൂടെ ഇങ്ങനെ അടിച്ചെടുത്ത് ഒഴിച്ച് പാൽ ചില മക്കൾ പാൽ കുടിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ അതിനകത്ത് മുക്കി പൊരിച്ചെടുക്കുമ്പോൾ അവർ അതങ്ങ് കഴിക്കുകയും ചെയ്യും, അവർക്കത് ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ഇതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. നമുക്കിനി ഇത് ഓരോന്ന് മുക്കി പൊരിച്ചെടുക്കാം. അപ്പം ബാക്കിയും കൂടെ നമ്മൾ പൊരിച്ചെടുത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഈ പാലൊഴിച്ച് എത്ര പേര് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പാലൊഴിച്ചൊന്ന് നമ്മൾ റോസ്റ്റാക്കി എടുക്കുന്നതൊന്ന് കാണിച്ചതാണ് ഞാൻ. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ, എൻ്റെ റെന്നുക്കുട്ടനെ വേണ്ടിയിട്ട്. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഓക്കേ.